കുമരംപുത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ പിടിപ്പുകേടിനെ തുടർന്ന് കഴിഞ്ഞ 3.5 മാസമായി ഹോമിയോ ഡിസ്പെൻസറിയിൽ ഡോക്ടറുടെ സേവനം ലഭ്യമല്ല. ഹോമിയോ ഡിസ്പെൻസറി തുറക്കുന്നുണ്ടെങ്കിലും ചികിത്സ ലഭിക്കാത്ത സാഹചര്യമാണെന്ന് മുസ്ലിം ലീഗ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ഭരണം ഏറ്റെടുത്ത LDF എല്ലാ കാര്യത്തിലും പൂർണ്ണ പരാജയമാണെന്നും ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് റഹീം ഇരമ്പൻ. കുമരംപുത്തൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റി ഇന്ന് കുമരംപുത്തൂർ പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ ജനകീയമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഈ ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ UDF ഭരണകാലത്ത് ഇവിടെ നൽകിയിട്ടുള്ള ഹോമിയോ ഡിസ്പെൻസറി വളരെ കൃത്യമായി ഈ നാട്ടിലെ ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് മരുന്ന് ഉൾപ്പെടെ സൗജന്യമായി കൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു. ആ സംവിധാനം ഇവിടെ നിലച്ചിട്ടിപ്പോ ഏകദേശം 3.5 മാസത്തോളമായി ഇവിടെ ഒരു ഡോക്ടറുടെ സേവനമോ മരുന്ന് നൽകലോ മറ്റോ ഒന്നും നടക്കാത്തൊരു സാഹചര്യത്തിലാണ് വളരെ ജനകീയമായി ജനങ്ങളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഞങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണെന്ന് വന്നിട്ടുള്ളത്. മറ്റൊരു വിഷയമുള്ളത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടാണ്. ഈ കടുത്ത വേനലിൽ പല ഭാഗങ്ങളിലേക്കും കുടിവെള്ളം എത്താത്തൊരു സാഹചര്യമുണ്ട്. എത്തുന്നത് തന്നെ വളരെ നേർത്ത രീതിയിൽ, വളരെ മണിക്കൂറുകളാണ് നമുക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. അത് വളരെ ചെറിയ രീതിയിലാണ് അതിന്റെ ക്വാണ്ടിറ്റി വകുന്നത്. അങ്ങനെ ഒരുപാട് വലിയ പരാതികളുമായിട്ടാണ് യൂത്ത് ലീഗിന്റെ ഒരു പഞ്ചായത്ത് കമ്മിറ്റിയോട് എത്തിയിട്ടുള്ളത്. കൃത്യമായ പരിഹാരം വരും ദിവസങ്ങളിൽ ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. കടുത്ത വരൾച്ച നേരിടുമ്പോഴും തൊണ്ട നനയ്ക്കുവാനുള്ള വെള്ളം പോലും വിതരണം ചെയ്യുവാൻ ഭരണസമിതിക്ക് കഴിയിട്ടില്ലെന്നും ലീഗ് നേതാക്കൾ ആരോപിച്ചു. ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ച് ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ പോലും ഭരണസമിതിക്ക് കഴിഞ്ഞില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പഞ്ചായത്തിലുടനീളം കുടിവെള്ള പ്രശ്നം രൂക്ഷമായിട്ടിരിക്കുകയാണ്. ഈ കടുത്ത വേനലില്, ഈ കൊടും ചൂട് കാലത്ത് ജനങ്ങൾക്ക് ഏറ്റവും ആശ്രയമായ കുടിവെള്ളം അത് പഞ്ചായത്തിലുടനീളം മുഴുവൻ ഏകദേശം മിക്ക വാർഡുകളിലും സമയബന്ധിതമായി കുടിവെള്ളം എത്താത്തൊരു സാഹചര്യമാണുള്ളത്. അതിന് കാരണം അശാസ്ത്രീയമായ രൂപത്തിലുള്ള ഇവിടുത്തെ പ്ലംബിംഗ് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ അശാസ്ത്രീയമായ രൂപത്തിലുള്ള പ്ലംബർമാരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഓപ്പറേറ്റർമാരുടെ, പമ്പ് ഓപ്പറേറ്റർമാരുടെ രീതികളാണ് ഇതിനുള്ളൊരു കാരണം. അത് കൃത്യമായി എന്താണോ പരിഹാരം, ഓരോ മേഖലയിലും ഓരോ പ്രശ്നങ്ങളാണ്. ഉയർന്ന മേഖലയിൽ, അതുപോലെ താഴ്ന്ന പ്രദേശങ്ങൾ, അങ്ങനെ ഇത് രണ്ടും താരതമ്യേന ചെയ്യുമ്പോൾ അവിടുത്തെ പരിഹാരം എന്നുള്ളത് അവിടുത്തെ ശാസ്ത്രീയമായി പരിഹരിക്കേണ്ട ഒരു സംവിധാനമാണ്. അത് തക്ക സമയത്ത് അവിടുത്തെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി തക്കമായ രൂപത്തിൽ പരിഹാരം കാണേണ്ടതാണ് ഇവിടുത്തെ അധികൃതർ. എന്നാൽ അധികൃതർ ഇതിന് തയ്യാറാവാതെ ഏകദേശം 1 മാസത്തിനുള്ളിൽ ഇവിടുത്തെ ജലജീവൻ മിഷൻ പദ്ധതി പൂർത്തീകരിക്കുമെന്നാണ് അറിയാൻ കഴിയത്. ഈ 1 മാസം എന്നത് ഈ കടുത്ത വേനലാണ്. ഏപ്രിൽ അവസാന വാരത്തോട് അടുത്ത് നിൽക്കുമ്പോൾ തന്നെ കടുത്ത വേനലാണ് ഇവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മുന്നോട്ട് പോകുന്നതും ചൂട് കൂടുന്ന സാഹചര്യമാണുള്ളത്. അപ്പോ ഈ 1 മാസക്കാലത്തിനുള്ളിൽ ജലജീവൻ പദ്ധതി പൂർത്തീകരിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായ സമയത്ത് പൂർത്തീകരിക്കാതെ പിന്നീട് പൂർത്തീകരിക്കേണ്ട ഒരു ആവശ്യകത ഇവിടെ ഇല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജലജീവൻ മിഷൻ പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അടിയന്തരമായിക്കൊണ്ട് അടിസ്ഥാന ആവശ്യങ്ങളായ ഈ കുടിവെള്ള പദ്ധതി പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഇവിടുത്തെ അധികൃതർ സൂചിപ്പിക്കാനുള്ളത്. ആദ്യഘട്ട നിലയ്ക്ക് അവരുടെ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. മുന്നോട്ട് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് യൂത്ത് ലീഗ് ശക്തമായ സമരവുമായി പഞ്ചായത്തിലുണ്ടാകുമെന്ന് അറിയിച്ചു. ജനറൽ സെക്രട്ടറി സൈഫുദ്ദീൻ, ഫൈസൽ, സിദ്ദിഖ് മല്ലിയിൽ, ഷാനിദ്, ജംഷാദ്, അൻസാർ, മുസ്തഫ എന്നിവരാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ചരിത്രത്തിൽ ആദ്യമായി മണ്ണാർക്കാടിന്റെ മണ്ണിൽ മറൈൻ മിറാക്കിൾ ആൻഡ് റോബോട്ടിക് ഷോസ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ അവധിക്കാലം ആർത്തുലസിക്കാൻ വിസ്മയ കാഴ്ചകളുമായി ഇതാ മറൈൻ മിറാക്കിൾ ആൻഡ് റോബോട്ടിക് എക്സ്പോ. മാർച്ച് 18 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി ഇതാ മണ്ണാർക്കാടിന്റെ മണ്ണിൽ. ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂ, മറൈൻ ആൻഡ് റോബോട്ടിക് ഷോസ്, കണ്ണിനും മനസ്സിനും കുളിർമയാകുന്ന ഗ്ലാസ് തുരങ്കം, ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പീൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ, സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ അനുഭവം. ലോകത്തിലെ തന്നെ 20,000-ലധികം വ്യത്യസ്ത ഇനം മത്സ്യങ്ങളാണ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത. വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്, കൺസ്യൂമർ സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, ട്രേഡ് ഫെയർ തുടങ്ങി മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തുലസിക്കാവുന്ന വ്യത്യസ്ത തരം റൈഡുകൾ, സ്റ്റേജ് ഷോകൾ. മാർച്ച് 18 മുതൽ ഏപ്രിൽ 26 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മണ്ണാർക്കാട് ഫെസ്റ്റ്, മുബാസ് ഗ്രൗണ്ട്, മണ്ണാർക്കാട്.